എല്ലാവർക്കും നമസ്കാരം. പിണറായി സർക്കാർ ഏറ്റവും കൂടുതൽ പറഞ്ഞിരുന്ന വികസന നേട്ടങ്ങളും കാര്യങ്ങളൊക്കെ വലിയ പ്രചാരണമായിട്ട് പരസ്യങ്ങളും പാർട്ടി പ്രവർത്തകരൊക്കെ ഇലക്ഷന് മുമ്പ് വരെ വലിയ കോലാഹലങ്ങളായിരുന്നു നടന്നിരുന്നത്. അത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വന്നിരുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അവസാന ആ സമയത്തൊക്കെ ഈ കേരളം തിളങ്ങുന്ന വാചകം കറക്റ്റായിട്ട് എനിക്കറിയില്ലെങ്കിലും അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, പത്രമാധ്യമങ്ങളിലൊക്കെ കേരളം തിളങ്ങുന്നു എന്നൊക്കെ പറഞ്ഞ് വികസന നേട്ടങ്ങൾ ഓരോന്നായിട്ട് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ കാര്യങ്ങൾ അടിച്ചു വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ നിന്ന് താഴെ ഇറങ്ങി എന്നുള്ളതാണ്. സമാനമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. പരസ്യ കോലാഹലങ്ങളിലൂടെ, അതുപോലെ സർക്കാരിൻ്റെ പരസ്യ കോലാഹലങ്ങൾ, അതുപോലെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് പാർട്ടി പ്രവർത്തകർ നമ്മളെ ഹോസ്പിറ്റലുകൾ, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ, വൻ സൗകര്യങ്ങൾ, അതുപോലെ റോഡുകൾ, അങ്ങനെ തുടങ്ങി സകലവിധ വികസന നേട്ടങ്ങളും പറഞ്ഞുകൊണ്ടാണ് ഇടതുപക്ഷം ഇത്തവണ വന്നിരുന്നത്. പക്ഷെ അതൊന്നും ജനങ്ങൾ സ്വീകരിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റൊരു കാര്യം, CPM-ലുണ്ടായ വലിയൊരു മാറ്റം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം CPM എന്ന പാർട്ടി, പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന എനിക്ക് ഓർമ്മയുള്ള സമയത്ത് പാർട്ടിയുടേതായ ഒരു 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 വിലയുണ്ടായിരുന്നു. പാർട്ടി എന്ന് പറഞ്ഞിട്ട് പാർട്ടിക്ക് കൃത്യമായിട്ടുള്ള രീതികളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയപ്പോൾ പാർട്ടിക്ക് യാതൊരു പ്രസക്തിയും ഇല്ലാത്തൊരു സ്ഥിതിയിലായി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ മറ്റു പലർക്കും തോന്നിയിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയപ്പോൾ പാർട്ടി സെക്രട്ടറിക്കായിരുന്നു അന്ന് പവറെങ്കിൽ, ഇന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയപ്പോൾ പാർട്ടിക്കും മുകളിലാണ് ശരിക്കും പറഞ്ഞാൽ മുഖ്യമന്ത്രി എന്ന് പറയാം. കാരണം മുഖ്യമന്ത്രി എന്ത് പറയുന്നോ അതാണ് പാർട്ടിൻ്റെ നിലപാടും. മുഖ്യമന്ത്രിക്കാണ് എല്ലാറ്റിനുള്ള ചുക്കാൻ. അതായത് പാർട്ടി പിണറായിക്ക് മുമ്പിൽ ഒന്നുമല്ല എന്നൊരു സ്ഥിതി കുറച്ച് കാലമായിട്ട് ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. എല്ലാം പിണറായി വിജയൻ എന്ന ഒറ്റ വ്യക്തിയിലേക്ക് ഒതുങ്ങി എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ സർക്കാരിൻ്റെ കാലത്ത്. ഇപ്പോഴും നമ്മളെ വർക്ക് പെർമിറ്റ്, പുതിയ വീട് തുടങ്ങുമ്പോഴുള്ള ആ ചാർജ് ഫീസ് ഭയങ്കര കൂട്ടിയിട്ടുണ്ട്. അത് കുറച്ചുകൂടെന്ന് പറഞ്ഞെങ്കിലും പഴയ രീതിയിലേക്ക് ആയിട്ടില്ല. അത് ജനങ്ങൾക്കിടയിൽ ഇപ്പോഴും നല്ല അമർഷം കത്തി പുകയുന്നുണ്ട്. പിന്നെ ഒരുപാട് വിമർശനങ്ങൾ ഒരുപാട് സംഭവിച്ചു സർക്കാരിൻ്റെ കാലത്ത്. നമുക്കറിയാം PM ശ്രീ പദ്ധതിയിലൊക്കെ ഉരുണ്ടുകളി, അതുപോലെ ശബരിമലയിലെ വിഷയത്തിൽ ഇപ്പോഴും ആ നേതാവിനെ നിരപരാധിത്വം തെളിയുന്നത് വരെയെങ്കിലും ഇത്രയും വലിയൊരു വിഷയത്തിൽ ഒരു നടപടിയെടുക്കാൻ CPM-ന് കഴിഞ്ഞില്ല എന്നുള്ളത്. അതുപോലെ ഭൂരിപക്ഷ സമുദായത്തെ പ്രകടിപ്പിക്കാൻ വേണ്ടി കുറച്ച് കളി കളിക്കും, അത് വിജയിക്കൂല. ന്യൂനപക്ഷ സമുദായത്തെ പ്രകടിപ്പിക്കാൻ വേണ്ടി കുറച്ച് കളി കളിക്കും, അത് നടക്കൂല. അത്തരം ഒരുപാട് മണ്ടത്തരങ്ങൾ ഇപ്രാവശ്യം CPM-ൻ്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതായത് ആരെയും സുഖിപ്പിച്ചത് കൊണ്ട് വോട്ട് കിട്ടൂല എന്നുള്ളതാണ്. എല്ലാ വിഭാഗം ജനങ്ങളും UDF-ന് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഭരണവിരുദ്ധ വികാരം വളരെ ശക്തമാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിനെ തരണം ചെയ്യാൻ CPM-ന് കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരുപാട് പാളിച്ചകൾ പറ്റിയിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ഓർക്കുന്ന കാര്യം, മുഖ്യമന്ത്രിയുടെ നവകേരള ഒരു യാത്രയിൽ അതിനെ പ്രതിഷേധിക്കാൻ വന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ നമ്മുടെ അവിടുത്തെ അന്ന് അവരെ നേരിട്ട രീതി, ക്രൂരമായ ആ നേരിടൽ. പക്ഷെ അതിനെ ന്യായീകരിച്ചാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയപരമായിട്ട് അഭിപ്രായ വ്യത്യാസമുള്ളവർ പോലും നമ്മുടെ ഒരു മുഖ്യമന്ത്രിയുടെ ആ രീതിയിലുള്ള ആ ഒരു പെരുമാറ്റമൊക്കെ ജനങ്ങൾക്ക് വളരെയധികം വേദന ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. വളരെ മാന്യമായിട്ട് റോഡ് സൈഡിൽ കരിങ്കൊടി കാട്ടുന്നവരെ അടിച്ച് സെയ്സാക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ട കാഴ്ചകളാണ്. അതിനെ ന്യായീകരിക്കുകയാണ് അന്ന് മുഖ്യമന്ത്രി ചെയ്തത് എന്നുള്ളതാണ്. അതുപോലെ ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നമ്മളെ ഇവർ തോറ്റു എന്ന് പറഞ്ഞു. നമ്മളെ CPM-ന് ആദ്യമായിട്ട് അധികാരം പോയി, അതും BJP തലസ്ഥാനത്ത് അധികാരം പിടിച്ചെടുത്തു എന്നുള്ളതാണ്. അതൊരു ആശങ്കയോട് കൂടി കാണേണ്ട ഒരു കാര്യമാണ്. കാരണം പാലക്കാട് എത്രയോ കാലമായിട്ട് BJP-ൻ്റെ കയ്യിലാണ്, ഇപ്പോഴും പോയിട്ടില്ല. അതുപോലെ ഇപ്പോൾ തിരുവനന്തപുരം അവരുടെ കയ്യിലേക്ക് വന്നിരിക്കുന്നു. എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് ലളിതമായിട്ട് പറയാൻ പോയിരുന്ന കാര്യങ്ങൾ, ഒരുപാട് ഭരണവിരുദ്ധകാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഉള്ള ഒരു കാര്യമാണ്, നമുക്കറിയാം ഈ കോർപ്പറേഷനിലെ മേയർ ഒരു ബസ് കണ്ടക്ടർ, യദു എന്നാണ് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ പേര്. ആ ബസ് കണ്ടക്ടറുമായിട്ടുള്ള ഒരു പ്രശ്നത്തിൽ അവസാനം വാദി പ്രതിയാവുന്ന ഒരു കാഴ്ച കണ്ടു.
അതായത് CCTV KSRTC ബസ്സിലുള്ള ക്യാമറ പരിശോധിച്ചാൽ വിവരങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ തെളിവുകൾ വരെ കാണാതായ ഒരു സംഭവം. ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് പാർട്ടി പലപ്പോഴും CPM മറക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് നടന്നപ്പോൾ, അതുപോലുള്ള ബാങ്കുകൾ CPM ഭരിക്കുന്ന ബാങ്കുകൾ പോലും തട്ടിപ്പ് നടന്നപ്പോൾ ഇരകൾക്കൊപ്പം നിൽക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. മറ്റ് പാർട്ടികളുടെ പ്രശ്നങ്ങളൊക്കെ അതുണ്ട്, പക്ഷെ ഭരണപക്ഷത്തുള്ള പാവപ്പെട്ടവർക്ക് വേണ്ടി ശബ്ദിക്കുന്നു എന്ന് പറഞ്ഞ് CPM പോലും നിക്ഷേപകർക്കൊപ്പം നിൽക്കാനുള്ള ഒരു മനസ്സ് അവിടെ ഉണ്ടായില്ല എന്നൊരു സംഭവങ്ങളുണ്ട്. ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ, പോലീസിൻ്റെ മേഖലയിൽ നടന്ന പ്രശ്നങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ ഈ സർക്കാരിൻ്റെ കാലത്ത് ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞാൽ നിരവധി പ്രശ്നങ്ങളാണ്. അതുപോലെ ഹോസ്പിറ്റലുകൾ നമ്മൾ ഒരുപാട് മുൻപന്തിയിലാണ്, തർക്കമില്ല. പക്ഷേ ഇന്നും നമ്മൾ ഹോസ്പിറ്റലുകളുടെ സ്ഥിതി അത്ര ശുഭകരമാണ് എന്ന് പറയാൻ പറ്റില്ല. പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ ഇന്ന് നമ്മുടെ നാട്ടിലുള്ള ഹോസ്പിറ്റലുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇനിയും നമ്മൾ ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു 2 ആഴ്ച മുമ്പ് ഒരു സ്ത്രീ ഒരു മെഡിക്കൽ ഷോപ്പിൽ വന്നപ്പോൾ കാലിൻ്റെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് ചെമ്മാട് താലൂക്ക് ഹോസ്പിറ്റലിൽ പോയി വരികയാണ്. അപ്പോൾ അതിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി വീണ്ടും പോയപ്പോൾ അവർ പറഞ്ഞ് രാവിലെ പോയിട്ട് വൈകുന്നേരമാണ് തിരിച്ചു വരുന്നത്. അത്രയും തിരക്കും കാര്യങ്ങളാണ് ഡോക്ടറെ കണ്ട് ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തിന്. അപ്പോൾ ആ രീതിയിലാണ് ഇന്ന് നമ്മൾ ഒരുപാട് അവിടെയൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരാണ്ട്. അങ്ങനെ ഒരുപാട് നിരവധി പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതൊന്നും ചർച്ച ചെയ്യാതെ വെറുതെ പുറമോടി മാത്രം കാണിച്ചത് കൊണ്ട് ജനങ്ങൾ വിശ്വസിക്കൂല. ആത്മാർത്ഥമായിട്ടുള്ള സമീപനമാണ് വേണ്ടത്. നേതാക്കൾ കടുംപിടുത്തം ഒഴിവാക്കി, അതുപോലെ നേതാക്കൾ ഈ അണികൾ, അത് ഏത് പാർട്ടിയിലായാലും അണികൾ ഒരു കാര്യത്തിന് വേണ്ടി വരുമ്പോൾ നേതാക്കൾ അത് ആത്മാർത്ഥമായിട്ട് അത് പരിഹരിക്കാനും, അതല്ലാതെ അടിമയും ഉടമയും തമ്മിലുള്ള രീതിയിലല്ലാതെ നേതാക്കളും അണികളും തമ്മിലൊരു ബന്ധമൊക്കെ വരേണ്ടതുണ്ട്. അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യതിചലനം ഈ കാലഘട്ടത്തിൽ പലയിടത്തും കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ നിരവധി പ്രശ്നങ്ങൾ CPM എന്ന പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ ആ ഒരു സ്വരൂപത്തിൽ നിന്ന് ഒരുപാട് വ്യതിചലിച്ചതായിട്ടും ഇന്നത്തെ പാർട്ടികളിലൊക്കെ അധികാരത്തിന് വേണ്ടിയുള്ള വെറും ഒരു രാഷ്ട്രീയം മാത്രമായിട്ട് മാറുന്ന ഒരു സാഹചര്യവും ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം. മറ്റൊരു കാര്യം, ഇന്നത്തെ ഇപ്പോൾ ഈ ഭരണത്തിൽ DYFI, SFI ഇതുപോലുള്ള സംഘടനാ നേതാക്കൾ അവരൊന്നും പൊതുവെ പല വിഷയങ്ങളിലും കാണുന്നേ ഇല്ല. ഈ പ്രതിപക്ഷത്താവുമ്പോൾ കാണുമായിരിക്കും. അവരൊക്കെ ആരാണ്, എന്താണ് അവരുടെയൊക്കെ പ്രവർത്തനം. ഇപ്പോൾ പൊതുസമൂഹത്തിൽ എന്തെല്ലാം വിഷയങ്ങളുണ്ട്, പക്ഷെ അവരുടെയൊന്നും ശബ്ദം ഭരണപക്ഷത്തായതുകൊണ്ടാവും കേൾക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും പറയാനുള്ളത്, എൻ്റെ കാഴ്ചയിൽ സർക്കാരിനെതിരെയുള്ള വികാരം ജനങ്ങൾക്കിടയിൽ അതിശക്തം എന്ന് വെച്ചാൽ വളരെ ശക്തമാണ്. അതിന് പ്രത്യേകം പഠനം നടത്തേണ്ട ഒന്നും ആവശ്യമില്ല. ജനങ്ങൾക്കിടയിൽ ഇറങ്ങി ജനങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയാൽ തന്നെ അറിയും. പല സംഭവങ്ങളും പല ആളുകളോടും, ചില സഖാക്കളോട് വരെ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു പലതിനും വില കൂടി. അപ്പം നമ്മളറിയാതെ പല കാര്യങ്ങൾക്കും വില കൂടിയിട്ടുണ്ട്, ചാർജ് കൂടിയിട്ടുണ്ട്. നിരവധി പ്രശ്നങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ ഭരണവിരുദ്ധ വികാരത്തെ മാറ്റി ഒരു നല്ലൊരു സർക്കാർ വീണ്ടും വരണമെങ്കിൽ തീർച്ചയായും സമഗ്രമായ ഒരു പരിഷ്കരണം, ഒരു മാറ്റം, അതായത് ഒരു പുതിയ ഈ കുറഞ്ഞ മാസങ്ങൾക്കുള്ളിൽ വലിയൊരു പരിവർത്തനത്തിന് പാർട്ടി തയ്യാറായില്ലെങ്കിൽ ഈ നിയമസഭയിലും കാത്തിരിക്കുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വന്ന വിധിയായിരിക്കും എന്നുള്ളതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.